ആലത്തൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെൻസ്ട്രുവൽ കപ്പ് വിതരണോദ്ഘാടനം നടത്തി. സ്കൂൾ ഹാളിൽ ഉദ്ഘാടനം ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഡംഗം പത്മ പ്രസാദ് നിർവഹിച്ചു. ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ PA വീരാസാഹിബ് പദ്ധതി വിശദീകരിച്ചു. കേരളത്തിലെ എല്ലാ സർക്കാർ വിദ്യാലയങ്ങളിലും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ കോളേജിലെ വിദ്യാർത്ഥികൾക്കും മെൻസ്ട്രുവൽ കപ്പ് അതുപോലെ തന്നെ ഇൻസിനറേറ്റർ എന്നിവ വിതരണം ചെയ്യുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നാം ഘട്ടം എന്നുള്ള രീതിയിലാണ് നമ്മുടെ വിദ്യാലയത്തിലെ 200 കുട്ടികൾക്ക് ഈ ഒരു സൗകര്യം നമ്മൾ ഏർപ്പെടുത്തിയത്. ഇതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട ആലത്തൂർ MLA ശ്രീ KD പ്രസന്നൻ നിയോജക മണ്ഡല തലത്തിൽ ഉദ്ഘാടനം നടത്തിയപ്പോൾ ആലത്തൂർ ബ്ലോക്കിൽ വെച്ചായിരുന്നു. അന്നവിടെ ശുചിത്വ മിഷന്റെ ജില്ലാ കോർഡിനേറ്റർ ഉണ്ടായിരുന്നു വരുൺ സാറ്, നവകേരള മിഷന്റെ ജില്ലാ കോർഡിനേറ്റർ സേതുവി സാർ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും പ്രസൻസിലാണ് നമ്മുടെ കുട്ടികൾ അത് ഏറ്റുവാങ്ങിയത്. എന്നാലും നമ്മുടെ വിദ്യാലയത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തണം എന്ന് അറിയിച്ചത് കൊണ്ടാണ് ഈ ഒരു സംഗതി നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. മാലിന്യ സംസ്കരണ രംഗത്ത് വളരെയേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു മിഷനാണ് ഹരിത കേരള മിഷൻ. ഞാൻ അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. ഇത് കഴിഞ്ഞ് എനിക്കും ബ്ലോക്കിലൊരു മീറ്റിംഗ് ഉണ്ട്, മെമ്പർക്ക് മീറ്റിംഗ് ഉണ്ട്, എല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ്. ആലത്തൂർ ഗേൾസ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് P ശാന്തകുമാരി അധ്യക്ഷയായി. ആലത്തൂർ താലൂക്ക് ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രീദേവി മെൻസ്ട്രുവൽ കപ്പ് സംബന്ധിച്ച ക്ലാസ് എടുത്തു. PTA പ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥിനികൾ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. സ്കൂൾ കോർഡിനേറ്റർ മൃദുല വേണുഗോപാൽ സ്വാഗതവും ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ AP പ്രമോദ് നന്ദിയും പറഞ്ഞു. പരിസ്ഥിതി സുസ്ഥിരതയും ആർത്തവ ശുചിത്വവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഹരിത കേരള മിഷനാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.